നമുക്ക് ഒറ്റയ്ക്കൊന്ന് പള്ളിയിൽ പോവാം. ഇന്നിങ്ങനെ ഒറ്റയ്ക്ക് പള്ളിയിൽ പോയപ്പോഴാട്ടോ പണ്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഓർമ്മ. പണ്ട് ഞാനും പപ്പയും ജസ്റ്റിനും ജിബിനും ഒരുമിച്ച് 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ നടക്കാനുള്ള വഴി നടന്നിട്ടായിരുന്നു കേട്ടോ പള്ളിയിൽ പോകുന്നത്. ഇത്രയും ദൂരം ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു ദൂരമൊന്നും ആയിരുന്നില്ല അത്. ജസ്റ്റിൻ്റെയും ജിബിൻ്റെയും കൈപിടിച്ച് രാജകീയ പദവിയിൽ ഏറ്റവും മുന്നിൽ നടക്കുന്നത് ഞാനായിരിക്കും. അതൊക്കെ ഇപ്പോഴും എൻ്റെ മെമ്മറിയിലുണ്ട്. അതൊരു കാലം. എറണാകുളത്ത് വന്ന് പല പള്ളികളിലും ഞാൻ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ സ്വന്തം പള്ളിയിൽ പോകണത്ര നൊസ്റ്റാൾജിയൊന്നും ഇപ്പം എനിക്ക് അടിക്കാറ്. രാവിലെ മടിയോടുള്ള എഴുന്നേൽപ്പും തണുത്ത വെള്ളത്തിലുള്ള പള്ളിതേപ്പും കൂളിയും അതിൻ്റെ കൂടെ കേട്ടഹസത്തിന് 12 മണി വരെ ഇരിക്കണ്ടേ എന്നുള്ള മടി, ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുക. ചിലപ്പോൾ നടക്കുന്ന ദൂരം അറിയിക്കാതിരിക്കാനായിരിക്കാം പപ്പയും അമ്മയും ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ 3 പേരെയും എങ്ങനെയെങ്കിലും ആ പള്ളി എത്തിക്കും. പിന്നെ കുർബാന കഴിഞ്ഞ് പപ്പയും അമ്മയും നേരെ വീട്ടിലോട്ട് വരും. 12 മണി ആവാനുള്ള കാത്തിരിപ്പിന് ശേഷം കാറ്റഗിസം കഴിഞ്ഞ് ഞങ്ങൾ ആ പെരുവെയിലത്ത് വന്ന വഴി തന്നെ തിരിച്ചു നടക്കും. വീടെത്തനേക്ക് 5 മീറ്റർ മുന്നു തൊട്ട് കോഴിക്കറിയുടെ മണമായിരിക്കും. പിന്നെ വീടിനകത്തേറി ഓടിച്ചെന്ന് കൈയും മുഖം കാലൊക്കെ കഴുകി ഞങ്ങൾ 5 പേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട്. ഞായറാഴ്ചകളിൽ പതിവായിട്ട് പുതിയ സിനിമകളൊക്കെ ഇറങ്ങുന്ന കാരണം 5 പേര് ഒരുമിച്ചിരുന്ന സിനിമയൊക്കെ കണ്ട് ഒരു 2 മണിയോട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉച്ചയുറക്കത്തിന് സമയം. എത്രയൊക്കെ പുരോഗമനമുള്ള നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വന്നു സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നതിൻ്റെ സുഖം അതൊന്നും വേറെ തന്നെയാണ്.